ഹലോ മക്കളെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോൻ്റെ തംബ്നെയിൽ കണ്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടാവും അല്ലേ? അങ്ങനെയാണെങ്കിൽ യെസ് മക്കളെ, ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ഫൈനൽ എക്സാമിന് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 13 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഒരു വീഡിയോയിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പോവാണ്. ഈ 13 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആയിട്ട് ഞാനിവിടെ പറയുന്നില്ല, ക്വസ്റ്റ്യൻസ് മാത്രമേ പറയുന്നുള്ളൂ. ഇതിൻ്റെ ആൻസേഴ്സൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയുള്ള ലൈവിൽ വന്നാൽ മതി. ആ ലൈവിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ലൈവിൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ താഴെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈവിൽ ജോയിൻ ചെയ്യുക. ഇപ്പം തന്നെ ആ ലൈവിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫൈ മീ ഒക്കെ കൊടുക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, നമ്മളെ ലൈവ്സിൻ്റെ ഒക്കെ എന്താ പറയുക, അതിൻ്റെയൊക്കെ നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മളെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് സെറ്റായിരിക്കും കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ മക്കളെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ പ്രഡിക്ഷൻ ടോപ്പ് 13 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. മക്കളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അതായത് നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടല്ലോ, റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിലെ 4 എലമെൻറ്റ്സ് ഓഫ് എ ലൂപ്പ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഷുവറായിട്ടും നിങ്ങളെ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. കാരണം ഒന്നുകിൽ ഇത് 4 എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ഡയറക്റ്റ് ചോദിക്കും, അല്ലെങ്കിൽ ഒരു ലൂപ്പ് തന്നിട്ട് ആ ലൂപ്പിൻ്റെ ഈ എലമെൻറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതിൻ്റെയൊക്കെ ആൻസർ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഡോൺ വറി, ഞാൻ വീണ്ടും പറയുന്നു, ലൈവിൽ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്തു തരും, പഠിപ്പിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ വേറൊരു ചോദ്യമാണ് സ്വിച്ചിൻ്റെയും എൽസീഫ് ലാഡറിൻ്റെയും. രണ്ടാമതായിട്ട് നിങ്ങളോട് ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം ഏതായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ചിൻ്റെയും എൽസീഫ് ലാഡറിൻ്റെയും ഡിഫറൻസ് ആണ്. ഇത് ഡയറക്റ്റ് ഇതിൻ്റെ ഡിഫറൻസ് തിയറി എഴുതാൻ വരുമെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ ഇത് നേരെ തിരിച്ചായിരിക്കും ചോദിക്കുക. നേരെ തിരിച്ചല്ല, ചിലപ്പോൾ നേരെ ഇത് ചോദിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ഒരു എക്സാമ്പിൾ തന്നിട്ടായിരിക്കും. ഒരു സ്വിച്ച് തന്നിട്ട് പറയും എൽസീഫ് ലാഡർ എഴുതാൻ, അല്ലെങ്കിൽ ആ സ്വിച്ചിന് അല്ലെങ്കിൽ ഒരു എൽസീഫ് ലാഡറിൻ്റെ ഒരു കോഡ് തന്നിട്ട് നിങ്ങളോട് പറയും അതിൻ്റെ സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റാൻ. ഓക്കെ, ഇത് മറ്റൊരു ചോദ്യം. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് നിങ്ങളോട് ചോദിക്കുന്നത് മക്കളെ അറേ എന്താണെന്നുള്ള ചോദ്യം. വാട്ട് ഈസ് മീൻ ബൈ എൻ അറേ? ഒരു 2 മാർക്കിന് ഒരു അറേ എന്താണെന്നുള്ള ഒരു ചോദ്യം, 2 അല്ലെങ്കിൽ 1 ഒരു മാർക്കിനായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നവ. അറേ എന്താണ്, വാട്ട് ഈസ് മീൻ ബൈ എൻ അറേ? അറേൻ്റെ ഡെഫിനിഷൻ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചോ, ചോദിക്കും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യമാണ് കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസിൻ്റെ ഡിഫറൻസ്. ഇത് നമ്മളെ മൂന്നാമത്തെ ചാപ്റ്ററിൽ വരുന്ന ടോപ്പിക്കാണ്. അതായത് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാൻ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ നമുക്ക് എത്ര മെത്തേഡ് ഉണ്ട്? 2 മെത്തേഡ്സ് ഉണ്ട്, കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ്. ഇതിൻ്റെ വ്യത്യാസം എഴുതാൻ നിങ്ങളോട് ചോദിക്കും. ഉറപ്പായിട്ട് എന്ത് ചെയ്ത് വെക്കുക, ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ നോക്കി വെക്കുക. ആൻഡ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ പറയുന്നത്, ആക്ച്വലി ഈ ഒരു ടോപ്പിക്ക് വരുന്നത് നമ്മളെ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 4ാമത്തെ ചാപ്റ്ററിലാണ്. സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക് വെബ് പേജും, ഇതിൻ്റെ 2ൻ്റെ ഡിഫറൻസ് ഉണ്ടല്ലോ. ഒരു 3 പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. നിങ്ങളെ പരീക്ഷയ്ക്ക് ഒരു 3 മാർക്കിന് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക് വെബ് പേജിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഈ വീഡിയോ എന്ത് ചെയ്യേണ്ട, നിങ്ങൾ പരമാവധി ഷെയർ ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പോയിട്ട് ജയിലൊന്നും കിടക്കാൻ പറ്റില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. അതായത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത് വേറെ എവിടുന്നോ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയിട്ടോ അതൊന്നുമല്ല. അതായത് കംപ്ലീറ്റ്ലി ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്ത് പറയുന്നത്. അല്ലാതെ വെറുതെ ഏതെങ്കിലും എന്താ പറയുക, ഏതെങ്കിലും രീതിയിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തലോ ഒന്നുമല്ല. ഡയറക്റ്റ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് 2016 മുതൽ 2025 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൃത്യമായിട്ട് പഠിച്ചതിൻ്റെ ബേസ് ചെയ്തിട്ടാണ്, അനലൈസ് ചെയ്തതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു പ്രഡിക്ഷൻ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കണേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ അടുത്ത 6ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഒരു ചോദ്യം. 6ാമത്തെ ചാപ്റ്റർ അല്ല, 6ാമത്തെ ക്വസ്റ്റ്യൻ ആക്ച്വലി 5ാമത്തെ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ടേബിൾ ഉണ്ടല്ലോ, ടേബിൾ തന്നിട്ട് ഒരു ടേബിൾ നിങ്ങൾക്ക് തരും, എന്നിട്ട് നിങ്ങളോട് ചോദിക്കും അതിൻ്റെ കോഡ് എഴുതാൻ പറയും. ഓക്കെ, ടേബിളിൻ്റെ കോഡ് എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും 6ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഞങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ടേബിളിൻ്റെ കോഡ് ആക്ച്വലി 5ാമത്തെ ചാപ്റ്ററിൽ ടേബിളിൻ്റെ കോഡ് ചോദിക്കാം, ഫോമിൻ്റെ കോഡ് ചോദിച്ചിട്ടുണ്ട്, ലിസ്റ്റ് തന്നിട്ട് ലിസ്റ്റിൻ്റെ കോഡ് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നു ടേബിൾ ക്രിയേഷൻ്റെ കോഡായിരിക്കും നിങ്ങളോട് എന്ത് ചെയ്യുന്നുണ്ടാവുക, +2 2025 ഫൈനൽ എക്സാമിന് ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, ഇതൊന്ന് ില്ലെങ്കിൽ ഞാൻ ആകെ ശശിയാവോ? എന്തായാലും മക്കളെ ഉറപ്പിച്ച് വെച്ചോ, ഇത് വെറുതെ പറയുന്നില്ല, ക്വസ്റ്റ്യൻ പേപ്പറിന് അനലൈസ് ചെയ്തതിനെ ബേസ് ചെയ്തിട്ട് പറയുന്നതാണ്. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഇൻ ജാവാസ്ക്രിപ്റ്റ് ഉറപ്പായിട്ടും ചോദിക്കും ക്വസ്റ്റ്യൻ. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഇൻ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക്, ജാവാസ്ക്രിപ്റ്റ് 6ാമത്തെ ചാപ്റ്റർ ആണല്ലോ. അപ്പോൾ ഈ 6ാമത്തെ ചാപ്റ്ററിന് ഞാൻ ഡയറക്റ്റ് പറയുന്നില്ല, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഡയറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നെ ചോദിക്കുമെന്ന് പറയുന്നില്ല. മിക്കവാറും എന്തെങ്കിലും ചെറിയ കോഡൊക്കെ തന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്താ എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും. അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് ഏത് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉപയോഗിക്കും ആ രീതി
രീതിയിലുള്ള ഒരു ചോദ്യമായിരിക്കും വരിക. എന്തായാലും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഈ 8ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളെ 7ാമത്തെ ചാപ്റ്ററിലാണ്. വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത് CMSനെ പറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഒന്നുകിൽ CMSൻ്റെ എക്സാമ്പിൾ അല്ലെങ്കിൽ CMS എന്താണ്, ഈ രീതിയിൽ CMS എന്ന് പറയുന്ന ഒരു സാധനവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്തായാലും ഷുവറാണ്. അതേപോലെ തന്നെ 9ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റിലേഷണൽ ആൾജിബ്ര ആൻഡ് ഓപ്പറേഷൻസ്. ഇത് ആക്ച്വലി നമ്മളെ റിലേഷണൽ ആൾജിബ്ര ആൻഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ DBMS എന്ന് പറയുന്ന 8ാമത്തെ ചാപ്റ്ററിൽ വരുന്നതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, റിലേഷണൽ ആൾജിബ്ര ആൻഡ് ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇപ്രാവശ്യത്തെ മോഡൽ എക്സാമിനും ഇവിടുന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ടേബിൾ തന്നു അല്ലെ, 2 ടേബിൾ തന്ന് എന്നിട്ട് നമ്മളോട് ചോദിച്ചു ഇതിനെ യൂണിയൻ ചെയ്താൽ എന്താണ് റിസൾട്ട്, അല്ലെങ്കിൽ ഇൻ്റർസെക്ഷൻ ചെയ്താൽ എന്തായിരുന്നു റിസൾട്ട്, അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ചെയ്താൽ എന്തായിരുന്നു റിസൾട്ട്. ഈ രീതിയിലൊരു ചോദ്യമായിരുന്നു റിലേഷണൽ ആൾജിബ്ര ആൻഡ് ഓപ്പറേഷൻസിൽ നിന്ന് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. എന്നാൽ എൻ്റെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് റിലേഷണൽ ആൾജിബ്ര ആൻഡ് ഓപ്പറേഷൻസിൽ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ എന്തായാലും നമ്മളോട് ചോദിക്കും. ചിലപ്പോൾ അത് ഏതെങ്കിലും റിലേഷണൽ ആൾജിബ്ര ഓപ്പറേഷൻ്റെ സിമ്പിൾ എഴുതാനായിരിക്കും, അല്ലെങ്കിൽ റിലേഷണൽ ആൾജിബ്ര ആൻഡ് ഓപ്പറേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും. മിക്കവാറും അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ചോദിക്കാൻ സാധ്യത കുറവാണ്. മിക്കവാറും ഇവിടുന്ന് ചോദിക്കുക റിലേഷണൽ ആൾജിബ്ര ആൻഡ് ഓപ്പറേഷൻസിൽ സെലക്ട്, പ്രൊജക്റ്റ്, യൂണിയൻ, ഇൻ്റർസെക്ഷൻ അങ്ങനെയുള്ള ഓപ്പറേഷൻസിൻ്റെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ സിമ്പിൾ ഏതാണെന്നുള്ളത്. അതായത് പ്രൊജക്റ്റിൻ്റെ സിമ്പിൾ ഏതാണ്, യൂണിയൻ്റെ സിമ്പിൾ ഏതാണ്, ഇൻ്റർസെക്ഷൻ്റെ സിമ്പിൾ ഏതാണ്, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. ആൻഡ് 10ാമതായിട്ട് ഞാൻ പറയുന്ന കൺസ്ട്രെയിൻസ് മക്കളെ ഉറപ്പായിട്ടും ചോദിക്കും. SQL എന്ന് പറയുന്ന ചാപ്റ്ററിൽ, അതായത് 9ാമത്തെ ചാപ്റ്ററിൽ കൺസ്ട്രെയിൻസിനെ പറ്റിയിട്ട് ചോദ്യം ഉണ്ടാവും. അതായത് SQL നമ്മളൊരു 4-5 കൺസ്ട്രെയിൻസ് പഠിക്കുന്നുണ്ട്, നോട്ട് നൾ, യുണീക്ക്, പ്രൈമറി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് അതേപോലെ തന്നെ 11ാമത്തെ ചാപ്റ്ററിൽ 100% നിങ്ങൾ എഴുതി വെച്ചോ, SQLൻ്റെ കൊറി എഴുതാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാകും. SQLൻ്റെ കൊറി എഴുതാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാകും. SQLൻ്റെ കൊറി എന്ന് പറയുമ്പോൾ അല്ലേ, ഇപ്രാവശ്യത്തെ മോഡൽ എക്സാമിന് നമ്മളോട് കൊറി എഴുതാൻ ചോദിച്ചിട്ടില്ല. അതായത് കുറച്ച് ഒരു ടേബിൾ തരും, എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് SQLൻ്റെ കൊറി ഓക്കെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ആൻഡ് അതേപോലെ തന്നെ 12ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ആക്ച്വലി ഇത് ERP എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ERP ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഫിനാൻഷ്യൽ മൊഡ്യൂൾ അങ്ങനെ ഫങ്ഷണൽ യൂണിറ്റ്സ് പഠിക്കുന്നുണ്ടല്ലോ, ഫങ്ഷണൽ മൊഡ്യൂൾസ് ഒരുപാട് പഠിക്കുന്നുണ്ട്. ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് മൊഡ്യൂൾ എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു 5-8 മൊഡ്യൂൾസ് ഉണ്ട്. അതിൽ 2-3 മൊഡ്യൂൾസ് എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് അതേപോലെ തന്നെ 13ാമത്തെ ചാപ്റ്ററിൽ ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. 13ാമത്തെ ചാപ്റ്റർ പ്രെഡിക്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാ ചാപ്റ്റേഴ്സും പ്രെഡിക്റ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. എൻ്റെ ഭയങ്കരമായിട്ടുള്ള സ്കില്ലെടുത്തിട്ടാണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 13ാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, 13ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളെ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസസ് ഉണ്ടല്ലോ, SMS, MMS, GPS ഇതിനെ പറ്റിയിട്ടായിരിക്കും നിങ്ങളോട് ചോദിക്കുക. ഓക്കെ, നിങ്ങളെ എക്സാമിന് ചോദിക്കുന്ന 13 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവൂ എന്നല്ല, നിങ്ങളെ എക്സാമിന് ഒരു 90% ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളെ എക്സാമിന് ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് മക്കളെ ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി അങ്ങോട്ട് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, അങ്ങോട്ട് കത്തട്ടെ അല്ലേ, കംപ്ലീറ്റ് എന്ത് ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആൻഡ് മറന്നു വേണ്ട ഈ സംഭവങ്ങളൊക്കെ, ഈ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസേഴ്സ് എവിടെയാണ് ഡിസ്കസ് ചെയ്യുക, നമ്മളെ ഇന്ന് രാത്രി നമ്മളെ എജുപോർട്ടിൻ്റെ +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിൽ ലൈവ് ഉണ്ട്. ആ ലൈവിൽ ഇതൊക്കെ എന്ത് ചെയ്യും, നല്ല അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് ലൈവിലിങ് പോരി, നമുക്ക് എന്ത് ചെയ്യുക, ഫുള്ള് സെറ്റാക്കാം. ഓക്കെ അല്ലേ? താങ്ക് യു സോ മച്ച്.